ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ടെറസിലെ പച്ചക്കറിയാണ്. പച്ചക്കറി തക്കാളി, വഴുതന, പച്ചമുളക്, അങ്ങനെ പല സാധനങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണെന്ന്. ഒക്കെ പഴുത്ത് പാകമായിട്ടുണ്ട്. ഒക്കെ അടിപൊളിയായിട്ട് പഴുത്ത് പാകമായിട്ടുണ്ട്. ഇപ്പോൾ കാക്കച്ചി എത്തൽ തുടങ്ങി. കാക്കച്ചി, മയിൽ ഒക്കെ വെല്ലം തുടങ്ങിയത് പഴുത്തപ്പോൾ. അടിപൊളിയായിട്ട് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വിളവെടുത്തിനു. ഇപ്പോൾ രണ്ടാം വിളവെടുപ്പാണ്. ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ 2 തടത്തിൽ ഉണ്ടായ തക്കാളി, പിന്നെ 2 തടം വഴുതന. ഇഷ്ടം പോലെ ഉണ്ടായി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പിന്നെ കുറച്ചൊരു 5-8 തടം നടണം. അപ്പോൾ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാവും. അടിപൊളി തക്കാളിയാണ്. ഇപ്പോൾ ചെറിയ സൈസ് തക്കാളി ഉണ്ടായിരുന്നു. അത് നല്ല പുളിയാണ്. കറി കിട്ടാൻ നല്ല ടേസ്റ്റാണ്. ചെറിയ തക്കാളി കൊലായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വിളവെടുക്കലും എടുത്ത് ഇപ്പോൾ ഏകദേശം ഇതിൽ കഴിയാനായി. ഇതിപ്പോൾ കഴിഞ്ഞിനി അടുത്ത തൈ നടണം. നമ്മളൊക്കെ ഏകദേശം കഴിയാറായി. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ്. 2ാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ചെറുതളവിലൊക്കെ ഉണ്ട് പഴുക്കാൻ. വഴുതന ചെറിയ വഴുതനാണ്. ഒരു മരം ശരിക്കൊരു ഉസാറും ഇങ്ങോട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വെയിൽ കൂടുതലായിട്ടാണ്. ടെറസിലല്ലേ, അപ്പം വേനലിൽ നല്ല വെയിൽ കിട്ടിയ ഇതായത് കൊണ്ടാണോ എന്നറിയില്ല. ഇതൊരു 4-5 കായ് കിട്ടി. ചെറിയ വഴുതനാണ്. 4-5 കായ് ഇപ്പോൾ 2 വഴുതനമ്മ കൊണ്ട് കിട്ടി. 1 കായ്, 4 കായ് അങ്ങനെ കിട്ടി. പിന്നെ കുറച്ച് ചതുരപ്പുളി കിട്ടി, പിന്നെ ലെമൺ കിട്ടി. എല്ലാം കൂടി കുറച്ച് പച്ചമുളക് കിട്ടി, കുരുമുളക് കിട്ടി, എല്ലാ സാധനവും കിട്ടിയേക്ക്. ഇന്നത്തെ വിളവെടുപ്പ് മോശമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി അത് വിളവെടുക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അതുണ്ടായി അതിൻ്റെ കായ്, പൂവ് വിരിഞ്ഞ് കായൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കുമല്ല അതിൻ്റെ സന്തോഷം. അത് കാണുമ്പം തന്നെ നല്ലൊരു ഇതാണ്. അത് പഴുത്ത് കിടക്കുന്നതും അതൊക്കെ നല്ലൊരു ഭംഗി, മനസ്സിനൊരു ആശ്വാസമാണ്. എനിക്ക് കൃഷി ഉണ്ടാക്കാൻ നല്ല താല്പര്യമാണ്. ഇത് നമ്മൾ ഏതെങ്കിലും വഴിക്ക് നീങ്ങി പോകുമ്പോൾ നമുക്ക് ഇത് ടെറസിലായിക്കൊണ്ട് നനക്കാനും പിടിക്കാനൊന്നും ആരുണ്ടാവും. ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ ഇതായി പോകും. ടെറസിൽ അത്ര വെയിലല്ലേ. അപ്പം എപ്പോഴും അതിൻ്റെ വയ്യൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യം തന്നെ അങ്ങനെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഇതാണ്, ഒരു സന്തോഷമാണ്. പറിച്ചെടുക്കാനുള്ള സന്തോഷമാണ്. പക്ഷേ ഇതൊക്കെ പണിയിൽ വെച്ചാൽ മയിലുകളൊക്കെ ശല്യമാണ്. അപ്പോൾ ഇതിലാണ് ചതുരപ്പുളി ഉണ്ട്, മുളകുണ്ട്, വഴുതനുണ്ട്, ലെമൺ ഉണ്ട്, പിന്നെ ചെറിയ ചീരാപ്പറങ്ങിയുണ്ട്, കുരുമുളക്, എല്ലാ സാധനവും ഉണ്ട്. ഈ ചതുരപ്പുളി നല്ല ജ്യൂസ് അടിക്കാൻ, നല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസ് അടിക്കാൻ അടിപൊളിയാണ്. കുറച്ച് ചെറിയ 2 ചീരാമുളക് അതിൽ ഇട്ടും കഴിഞ്ഞ് ജ്യൂസ് അടിച്ചാൽ വേറെ ഒന്നും വേണമല്ലോ. നല്ലൊരു ടേസ്റ്റാണ്. നല്ലതാവും തീരും.